പത്തനംതിട്ട മൂഴിയാറിൽ കാട്ടാനാക്രമണത്തിൽ ഒരു കുടുംബത്തിലെ 3 പേർക്ക് പരിക്ക്. കാട്ടിൽ നിന്ന് തേൻ ശേഖരിച്ച് തിരികെ വരികയായിരുന്ന കുടുംബത്തിന് നേരെയാണ് കാട്ടാന ആക്രമണമുണ്ടായത്. സജിത്, അനിത, സുകുമാരൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവർ സഞ്ചരിച്ച ഇരുചക്ര വാഹനത്തിനു നേരെയായിരുന്നു കാട്ടാനയുടെ ആക്രമണം. ആന ഒന്നും ചെയ്തില്ല, പക്ഷെ ആന തട്ടി. എന്റെ വണ്ടി വന്ന് തട്ടിയാ പറഞ്ഞത്. എന്റെ വണ്ടിയുടെ വലത്തെ സൈഡിലെ ബ്രേക്ക് പിടിക്കുന്ന കട്ടയൊക്കെ ഒടിഞ്ഞു പോയി. ഓ, വണ്ടി തട്ടിയായിരുന്നു മറിയുമായിരുന്നു. ആന വണ്ടിയെ തട്ടിയിരുന്നു, വാഹനം വന്നങ്ങ് മറിയുമായിരുന്നു. ആന സത്യം ഭാഗ്യം പോലെ ആന വന്ന് അടിച്ചുമില്ല. കൈ പൊക്കി ആന ചവിട്ടാനായിട്ട് ഞങ്ങൾ വണ്ടിക്ക് അടിയിൽ കിടക്കുന്നുണ്ട്. അതുവരെ ഞാൻ കണ്ടുകൊണ്ടിരിക്കാം. ഞാൻ അന്നേരം ഞാനും അച്ഛനും കൂടെ കിടന്ന് അലച്ച് കൈ താത്തു വെക്കറാന്ന് പറഞ്ഞു. അന്നേരം തന്നെ ആന കൈ അങ്ങ് താത്തു വെച്ച് വെച്ചിട്ട് വീണ്ടും ആന പൊക്കി കൈ. അപ്പൊ തന്നെ ഞങ്ങൾ എടുത്ത് അടി വെച്ച് വലിച്ചുകൊണ്ട് ഞങ്ങളെല്ലാം 3 പേരും കൂടെ അങ്ങ് ചാടിയപ്പോ വണ്ടി പിന്നെ പിടിച്ചിട്ട് 2 ഓരക്കേക്ക് പേടിച്ചു പോയില്ലേ? വലിച്ചു. ആക്രമണത്തിൽ പരിക്കേറ്റവരുടെ ശബ്ദ സംപ്രേഷണമാണ് ഇപ്പോൾ കേട്ടത്. പത്തനംതിട്ട മൂഴിയാറിൽ കാട്ടാന ആക്രമണത്തിൽ ഒരു കുടുംബത്തിലെ 3 പേർക്കാണ് പരിക്കേറ്റത്. അവരുടെ ശബ്ദ സംപ്രേഷണമാണ് ഇപ്പോൾ കേട്ടത്. സജിത്, അവരുടെ മാതാവിനും പിതാവിനുമാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റിരിക്കുന്നത്. കാട്ടിൽ നിന്ന് തേൻ ശേഖരിച്ച് തിരികെ വരികയായിരുന്ന കുടുംബത്തിന് നേരെയാണ് കാട്ടാന ആക്രമണമുണ്ടായത്. കൂടുതൽ വിവരങ്ങളുമായി സുജു ടി ബാബു ചേരുന്നു. സുജു. അനന്യ, ഇന്ന് വൈകിട്ട് 6 മണിയോടുകൂടിയാണ് പത്തനംതിട്ട മൂഴിയാറിൽ 3 കുടുംബത്തിലെ 3 പേർക്കെതിരെ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഇവർ കാടിനുള്ളിൽ നിന്ന് തേൻ ശേഖരിച്ച ശേഷം തിരികെ വീട്ടിലേക്ക് വരുന്ന വഴിയായിരുന്നു കാട്ടാന റോഡ് സൈഡിൽ നിൽക്കുകയും തുടർന്ന് ഇവരുടെ വാഹനത്തിൽ അരികിലെത്തുകയും വാഹനത്തിൽ കാട്ടാന ആക്രമണം നടത്തുകയായിരുന്നു. പെട്ടെന്ന് തന്നെ ഇപ്പോൾ ഈ കേട്ട സംഭാഷണത്തിൽ പറയുന്നത് പോലെ തന്നെ ഇവർ ഇരുചക്ര വാഹനത്തിൽ ചാടുകയും തുടർന്ന് കാട്ടാന ആക്രമണം നടത്താൻ ഒരുങ്ങുകയായിരുന്നു. ഇതിന്റെ ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെടുന്നത്. ഇവർ ആ സ്ഥലത്ത് നിന്ന് ഇടിയിൽ നിന്ന് താഴോട്ട് അവർ ചാടി രക്ഷപ്പെട്ടുകൊണ്ടാണ് ഒരു വലിയൊരു ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത്. പിന്നീട് ഈ കാട്ടാന വാഹനത്തെ ആണ് ആക്രമണം നടത്തിയത്. എന്നാലും ഈ പരിക്കേറ്റ് പറ്റിയിരിക്കുന്ന സജിത്ത്, 24 വയസ്സ്, അദ്ദേഹത്തിന്റെ മാതാവ് അനിത, പിതാവ് സുകുമാരൻ എന്നിവർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. ഭാഗ്യം കൊണ്ടാണ് ഇവർ രക്ഷപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ 3 ദിവസമായി വനത്തിനുള്ളിൽ പോവുകയും അവിടെ നിന്ന് തേൻ ശേഖരിച്ച് തിരികെ വരുന്ന സമയത്താണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഈ സജിത്ത് പറയുന്നതനുസരിച്ചാണെങ്കിൽ ഒരു ഒറ്റക്കൊമ്പൻ ആനയാണ് ആക്രമണം നടത്തിയിരിക്കുന്നത്. ഒറ്റയ്ക്കായിരുന്നു ഈ ആന ഉണ്ടായിരുന്നത്. എന്നാലും അത്ഭുതകരമായി ഈ ഒരു കുടുംബത്തിലെ 3 അംഗങ്ങളും രക്ഷപ്പെട്ടിരിക്കുകയാണ്. അനന്യ, വിവരങ്ങൾ നൽകുകയായിരുന്നു സുജു ടി ബാബു.